കപ്പൽ നിർമ്മാണശാല വരുമെന്നതിൽ അവ്യക്തത തുടരുന്നു. പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്നും UDF സർക്കാരിന്റെ കാലത്ത് പദ്ധതി സംബന്ധിച്ച് ഒരു നീക്കവും നടന്നിട്ടില്ലെന്നും പൊന്നാനി MLA KP നൌഷാദ് അലി പറഞ്ഞു. കൂടുതൽ പഠനം നടത്തി മാത്രമേ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കൂ എന്നും KP നൌഷാദ് അലി. അക്ബർ അക്കാദമി, a division of Akbar Edu World LLP. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പൊന്നാനി കപ്പൽ നിർമ്മാണ പദ്ധതി എന്ന പേരിൽ നമ്മൾ കേട്ടിട്ടുള്ള ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികളും തീരവാസികളും അംഗീകരിക്കുന്ന പദ്ധതി മാത്രമേ തീരദേശത്ത് നടപ്പാക്കൂ എന്നും ഇപ്പോൾ പറയുന്ന പദ്ധതിയിൽ ആശങ്കയുണ്ടെന്നും മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി തുറമുഖ വികസന പദ്ധതികൾ വരുമെന്നും MLA കൂട്ടിച്ചേർത്തു. കപ്പൽ നിർമ്മാണശാലയ്ക്കായി തുറമുഖത്തെ 29 ഏക്കർ ഭൂമിയാണ് നിർമ്മാണ കമ്പനിക്ക് കൈമാറുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണന്റ് കമ്പനിയാണ് കപ്പൽ നിർമ്മാണശാല ടെൻഡർ ഏറ്റെടുത്തത്. ഇവരുടെ മറ്റൊരു കമ്പനിയായ എറണാകുളത്തെ ബ്ലൂജൻ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡാണ് പൊന്നാനി തുറമുഖത്ത് കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് മാരിടൈം ബോർഡുമായി കരാറിലേർപ്പെട്ടത്. നിർമ്മാണ കമ്പനിയുമായി കരാറിലേർപ്പെട്ട മാരിടൈം ബോർഡ് ഇപ്പോൾ നിലവിലില്ല. വിശദ പഠനത്തിന് ശേഷം പദ്ധതി നടപ്പിലാക്കിയാൽ മതിയെന്ന നിലപാടാണ് UDF സർക്കാരിനുള്ളത്. അതിനാൽ പുതിയ മാരിടൈം ബോർഡ് നിലവിൽ വന്നാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനിടയില്ല. ഇത് മാരിടൈം ബോർഡുമായി ബന്ധപ്പെട്ടാണ് ഇവർ കരാർ ഒപ്പിട്ടതെന്ന് പറയുന്നു. മാരിടൈം ബോർഡ് ഇപ്പം നിലവിലില്ല, തിരിച്ചുവിട്ടു. പിന്നെ ഏത് കപ്പലാണ് എപ്പോഴാണ് പണി ചെയ്യുക, എപ്പോഴാണ് വരിക എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതെന്ന് വെച്ചാൽ ഇതിപ്പോ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കമ്പനി വന്നിരുന്നു. ആ കമ്പനി പിന്നീട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലം വന്നപ്പോൾ തുറന്തള്ളപ്പെട്ടു പോയി പുതിയ കമ്പനി വന്നു. ആ കമ്പനിയുടെ വാർത്തകളായിരുന്നു ഏതാനും മാസം മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഇല പോലും അടങ്ങിയിട്ടില്ല. MLA എന്നുള്ള നിലയിൽ എനിക്കൊരു വിവരവുമില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതൊക്കെ ഒരു അപസർപ്പക കഥകളാണ്. കഥകൾ പറയാനും ആഘോഷിക്കാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. അടുത്ത മാസം കപ്പൽ നിർമ്മാണശാല പ്രവർത്തനം തുടങ്ങുമെന്നും 2027 ഡിസംബറിൽ ആദ്യ കപ്പൽ പുറത്തിറങ്ങുമെന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. പരമാവധി 120 മീറ്റർ നീളമുള്ള കപ്പലുകൾ പൊന്നാനിയിൽ നിർമ്മിക്കുമെന്നാണ് അവകാശവാദം. തൊഴിലാളികൾക്കുള്ള ബോട്ടുകളും നിർമ്മിക്കാനുള്ള സംവിധാനം കപ്പൽ നിർമ്മാണശാലയിലുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ കൂടുതൽ പഠനങ്ങൾ നടത്താതെ തിടുക്കപ്പെട്ട് പദ്ധതി നടത്തില്ലെന്നും MLA വ്യക്തമാക്കി.